വീടെന്നാൽ സിമെൻറ്റും ഇഷ്ടികയും കോൺക്രീറ്റും ചേർത്ത് പണിയുന്ന ഒരു കെട്ടിടമാണ് നമ്മൾ മിക്ക പേർക്കും. വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വസ്തുക്കൾ ഉപയോഗിച്ചല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ വീട് പണിയുക എന്നുള്ളൊരു സാധ്യതയെപ്പറ്റി പോലും നമ്മൾ പലരും ആലോചിക്കാറില്ല. എന്നാൽ സാങ്കേതികത ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രോസസ്സസ് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചറിയുന്നത് നന്നാവും. കാര്യം അത്തരത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ വീട് പണിയുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനമായി അത് മാറിയേക്കാം. വീടിന് മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരുള്ള ഹരീഷിൻ്റെയും ബിന്ദുവിൻ്റെയും പ്ലാമൂട്ടിൽ വീട് ആർക്കിടെക്ട് യൂജിൻ പണ്ടാല ഡിസൈൻ ചെയ്ത ഈ മഡ് ഹൗസ് കാണാം ഇന്ന്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിലുണ്ടാക്കിയ കാർപോർച്ചും പൂജാമുറിയും ഇല്ലാത്ത ഒരു ഒറ്റ നില വീട്. ഇതായിരുന്നു യൂജിൻ പണ്ടാല എന്ന ആർക്കിടെക്റ്റിനോട് ഗൃഹനാഥനായ ഹരികൃഷ്ണൻ പറഞ്ഞ ആവശ്യം. അത് തന്നെയാണ് ഈ വീട്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതുപോലെ ഒരു വീട്. പ്രത്യേകിച്ചൊരു ഘടന അല്ലെങ്കിൽ ഒരു പേര് പറയാവുന്ന ഒരു രൂപമോ ഘടനയോ ഇല്ലാത്ത ഒരു എലിവേഷനാണ്. ഈ വീടിൻ്റെ റൂഫ് പൂർണ്ണമായും ചെയ്തെടുത്തിരിക്കുന്നത് ഫെറോ സിമെൻറ്റിലാണ്. സ്ലോപ്സ് വന്നിട്ടുണ്ട് പല വശങ്ങളിലായിട്ട്. അപ്പോൾ അതിനു മുകളിൽ ടാറൊഴിച്ച് ഓട് പാകിയിരിക്കുകയാണ്. തഞ്ചാവൂരുള്ള ഏകദേശം 125 വർഷം പഴക്കമുള്ള ഒരു വീട് പൊളിച്ചപ്പോൾ കിട്ടിയ ഓടാണ് ഈ വീട്ടിൽ റീയൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റൂഫിൻ്റെ വശങ്ങൾ കുറച്ച് പൊക്കിയാണ് വാർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രയോജനം എന്ന് പറയുന്നത് മഴവെള്ളം നേരെ അടിച്ച് ഭിത്തിയിലേക്ക് വീഴാതെ അതിലൊരു ചാലൊരുക്കി തിരിച്ച് വെള്ളത്തെ മണ്ണിലേക്ക് വരുത്താനുള്ള ഒരു സംവിധാനമാണിത്. അപ്പോൾ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായി തന്നെ ഒരു വാൾ എന്നുള്ള നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ചുവര് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ചെറിയ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നു. അതും എലിവേഷന് മാറ്റുകൂട്ടുന്നുണ്ട്. അപ്പോൾ 35 സെൻറ്റിൽ പണിതെടുത്ത 2000 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒറ്റ നില മൺവീട് കാണാം കൂടുതലെടുത്ത്. മണലോ സിമെൻറ്റോ ഉപയോഗിക്കാതെ വെറുതെ കരിങ്കല്ലുകൾ അടുക്കിയാണ് ഈ വീടിൻ്റെ അടിത്തറ പാകിയത്. അതിന് മുകളിലായിട്ട് കോൺക്രീറ്റിൻ്റെ ഒരു ബെൽറ്റ് വാർത്ത് അതിന് മുകളിൽ മണ്ണ് തേച്ചാണ് ഫിനിഷ് ചെയ്തത്. നമ്മൾ പടികളിലൂടെ കയറി ഇതാ ഒരു വലിയ സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ് എത്തുന്നത്. മണ്ണിൻ്റെ ചാരുത നിറയുന്ന ഒരു സിറ്റ് ഔട്ട് സ്പേസ്. ഒരു കർവ്ഡ് ഷേപ്പിൽ തന്നെയാണ് ഈ സിറ്റ് ഔട്ടും വന്നിരിക്കുന്നത്. ഇൻബിൽറ്റ് ആയിട്ട് ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ചൂരൽ കസേരകളും നൽകിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ട ഒരു ചുവരിലെ ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞില്ലേ, എലിവേഷനിൽ ഈ ഭാഗത്തും അത് ദൃശ്യമാണ്. പൂമുഖത്തെ കവർ ചെയ്യുന്ന ഒരു വാൾ, പക്ഷേ എന്നാൽ വെന്റിലേഷന് വേണ്ടിയിട്ട് ഓപ്പണിങ്സ് കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഈ മണ്ണിൻ്റെ കൂടുതൽ കാവ്യഭംഗി നമുക്ക് വീടിൻ്റെ അകത്ത് കാണാം. വീടിൻ്റെ എലിവേഷനിൽ എന്നതുപോലെ തന്നെ ടെറാക്കോട്ട നിറം ചാരുത പകരുന്ന ഒരു ലിവിംഗ് റൂമിലേക്കാണ് നമ്മൾ വരാന്തയിൽ നിന്ന് നേരെ പ്രധാന വാതിൽ വഴി കയറിയെത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ ആദ്യം ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൂഫിൻ്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ്. അതായത് ആ ഭാഗത്തേക്ക് ഹൈറ്റ് കൂടി ഒരു സ്ലോപ്പായിട്ട് ഈ ഭാഗത്തേക്ക് ചരിഞ്ഞ് വന്നിരിക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ള ചൂരൽ ഫേണിച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചെറിയ പൂച്ചട്ടികൾ, ഇവിടുത്തെ ഒരു ടെറാക്കോട്ട മൂഡിനോട് ചേരുന്ന ചെറിയ പൂച്ചട്ടികളും പഴയ ചില ആൻറ്റിക് പീസസും ഒക്കെ കൊടുത്ത് വളരെ ലളിതമായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കോപ്പ് ടെക്നോളജി എന്നൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ആർക്കിടെക്ട് യൂജിൻ പണ്ടാല ഈ വീട് പണിതിരിക്കുന്നത്. അതായത് നല്ല പശിമയുള്ള മണ്ണ് ഉരുട്ടി അടുക്കി വെച്ചിട്ട് ഭിത്തി പണിയുന്ന ഒരു സാങ്കേതിക രീതിയാണിത്. ശരിക്കും ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം മണ്ണ് കുഴച്ച് അടുക്കി വെച്ചതിന് ശേഷം അത് ഉണങ്ങാൻ നമ്മൾ സമയം അനുവദിക്കും. കാര്യം മണ്ണായതുകൊണ്ട് തന്നെ ഉണങ്ങുമ്പോൾ ചുരുങ്ങും, അപ്പോൾ അതിൽ വിള്ളലുകൾ വീഴും. എന്നിട്ട് പിന്നീട് ഒരു ഘട്ടത്തിലാണ് ഈ വിള്ളലുകൾ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഒന്നുകൂടി മണ്ണ് തേച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ പണി ഫൈനലാക്കുന്നത്. ഈ രീതിയിൽ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും മൺവീടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10 മടങ്ങ് വർദ്ധിക്കും.
ഘടനയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ചരിഞ്ഞ അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള ചുവരുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള 2 കേർവ്ഡ് ചുവരുകൾക്കിടയിലൂടെ ഒരു നാരോ പാത്തിലൂടെ, ഒരു വഴിയിലൂടെയാണ് നമ്മളുടെ അടുക്കളയിലേക്ക് എത്തുന്നത്. വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അടുക്കള, ക്രോസ് വെന്റിലേഷൻ വരുന്ന രീതിയിൽ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ജനാല ശരിക്കും മിഴി തുറക്കുന്നത് വീടിൻ്റെ ഒത്ത മുൻഭാഗത്തേക്കാണ്. അപ്പം ഗൃഹനാഥയ്ക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ കാണാവുന്ന രീതിയിൽ സിറ്റ് ഔട്ടിലേക്കും ഇവിടെ നിന്ന് കണ്ണെത്തുന്നുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് തന്നെയാണ് കൗണ്ടറിൽ പാകിയിരിക്കുന്നത്. സൈഡിലേക്കൊരു വർക്ക് ഏരിയ ഉണ്ട്, കാണാം. ഇത്രയും വെൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ വേറെ ഏതെങ്കിലും വീട്ടിൽ കാണുമെന്ന് സംശയമാണ്. കാര്യം അത്രയ്ക്ക് 4 ജനാലകളാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ സ്റ്റോറേജ് വർക്ക് ഏരിയ സ്പേസിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു എക്സിറ്റ് ഉണ്ട്. ഈ എക്സിറ്റ് ഡോർ വഴി ശരിക്കും നമ്മളെത്തുന്നത് വീടിൻ്റെ പിന്നാമ്പുറത്തേക്കാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം വീടിൻ്റെ മുൻഭാഗത്തേക്കാണ്. അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ റോഡാണ്. പക്ഷേ വർക്ക് ഏരിയയിൽ നിന്നുള്ള എക്സിറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പാത്രം കഴുകാനും തുണി നനയ്ക്കാനും ഒക്കെയുള്ള സ്ഥലവുമാണിത്. അപ്പോൾ വീടിൻ്റെ മുന്നിൽ വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ദൃശ്യം കിട്ടാത്ത രീതിയിലാണ് വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഒരു ചുവര് വന്നിരിക്കുന്നത്. ചുവരെന്ന് വിളിക്കണമോ മതിലെന്ന് വിളിക്കണമോ എന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെയാണ് അതിൻ്റെ പൊസിഷനിങ്. പക്ഷെ എന്നാൽ അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെറിയ ഡിസൈൻ വർക്ക്, ഓപ്പണിങ്സ് കൊടുത്ത് ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നു. ഈ സ്പേസിൽ നല്ലൊരു അടുക്കള തോട്ടവും ഒക്കെ വീട്ടുകാർ ഒരുക്കിയിട്ടുണ്ട്. അടുക്കളയുടെയും ഫോർമൽ ലിവിങ്ങിൻ്റെയും ആ ഒരു ഭാഗത്തുനിന്ന് ശരിക്കും ഒരു വലിയ ഹാളാണ്. ആ ഹാളിൽ നിന്ന് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. നല്ലൊരു വരാന്ത സ്പേസിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത്. പച്ചപ്പിലേക്കാണ് മിഴി തുറക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവിൻ്റെ വീട്ടിലേക്കും ഒക്കെ നല്ല വ്യൂ ഉണ്ട്. തന്നെയല്ല, നമ്മൾ മുമ്പേ അടുക്കളയിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കണ്ട സ്പേസിൽ അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ജനാലകളിലൊക്കെ ഗ്ലാസ്സിന് പകരം വയർ മെഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെന്റിലേഷൻ എല്ലാ സമയത്തും പോസിബിൾ ആകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല, കൊതുക് തുടങ്ങിയ കാര്യങ്ങളൊന്നും അകത്തേക്ക് കയറുകയില്ല. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇത് അടിച്ചു വെക്കാതെ തന്നെ ജനലിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തിരിക്കും. ഫോർമൽ ലിവിങ്ങും അടുക്കളയും ചേർന്ന ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ എത്തുന്നത് ഈ കൂറ്റൻ ഹാളിലേക്കാണ്. ശരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു സെൻട്രൽ സ്പോട്ട്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദു എന്ന് വിളിക്കാവുന്ന സ്ഥലം. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു. ചെറിയ സ്റ്റൂളുകളും ബെഞ്ചുകളും ഒക്കെയാണ് കസേരയ്ക്ക് പകരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ ആ ഒരു ഒഴുക്കിനെ ഒട്ടും തന്നെ ഖണ്ഡിക്കാതെ കിടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫേണിച്ചറിൻ്റെ ഇത്തരത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം. ഇതിൻ്റെ മറുവശത്താണ് ശരിക്കും ഒരു ഫാമിലി ലിവിങ് സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പേരുകളിട്ട് ഇവിടുത്തെ സ്പേസസിനെ വിളിക്കാൻ സത്യത്തിൽ തോന്നുന്നില്ല. കാര്യം ഇത്രയും വലിയൊരു സ്പേസ് ആകുമ്പോൾ അതിന് മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റി അല്ലേ. പ്രകൃതിയെ വേദനിപ്പിക്കാത്ത ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫേണിച്ചർ എല്ലാം തന്നെ റീയൂസ്ഡ് അല്ലെങ്കിൽ റീസൈക്കിൾഡ് ആണ്. കാര്യം പഴയ കട്ടിലിൻ്റെ കാലെടുത്ത് മാറ്റിയ ശേഷം അതിന് പുറത്ത് ഒരു മെത്തയിട്ട് അതിനെയാണ് ഇത്തരത്തിലൊരു ദിവാൻ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് ടിവിക്കുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ടും അതുപോലെ ആളുകൾക്ക് വേണമെങ്കിൽ കിടക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഈ നെൽപ്പറയാണെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്ത് വെച്ചിരിക്കുന്ന മൺകൂടമാണെങ്കിലും ഈ ചെറിയ ലോ ടീപ്പോയ് ആണെങ്കിലും ഒക്കെ ഇവർക്ക് പരമ്പരാഗതമായി കിട്ടിയ ഫേണിച്ചർ പീസുകളാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെയാണ് ആക്സസറീസ് ആയിട്ടും അല്ലെങ്കിൽ ഫേണിച്ചറായിട്ടും ഒക്കെ ഇവിടെ റീയൂസ് ചെയ്തിരിക്കുന്നത്. മണ്ണുപയോഗിച്ച് പണിയുന്ന ഏതൊരു വീടിൻ്റെയും ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ റൂഫാണ്. ഇവിടെ കോൺക്രീറ്റ് ഒഴിവാക്കി പകരം ഫെറോ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള റൂഫാണ് ചെയ്തിരിക്കുന്നത്. ബീമും റാഫ്റ്ററും മാത്രമാണ് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പം അത് വെച്ച ശേഷം അതിന് പുറത്തേക്ക് ചിക്കൻ മെഷും വെൽഡ് മെഷും വിരിച്ച ശേഷം അതിൻ്റെയും പുറത്താണ് ഫെറോ സിമെൻറ്റിൻ്റെ ആ ഒരു മിശ്രിതം, അതായത് ബേബി മെറ്റൽ, മണൽ, അതുപോലെ സിമെൻറ്റ്, ഈ മൂന്നും ചേർന്ന മിശ്രിതം അതിൻ്റെ പുറത്തേക്കാണ് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അതൊന്ന് സെറ്റായതിനു ശേഷം അതിന് പുറത്ത് ടാർ ഒഴിച്ചിട്ടാണ് പിന്നീട് ഓട് പാകുന്നത്.
ശരിക്കും ഈ കോപ്പ് ടെക്നോളജിയിൽ മണ്ണിനോടൊപ്പം 5% മാത്രമാണ് സിമെൻറ്റ് ചേർത്ത് കുഴയ്ക്കുന്നത്. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭൂമിയോട് ചേരുമ്പോൾ പോലും ഒരിക്കലും നമ്മുടെ ഭൂമിയെ മലിനമാക്കില്ല ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ. അതുപോലെ ഭിത്തിയുടെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. താഴെ 12 ഇഞ്ച് വീതിയിലാണെങ്കിൽ മുകളിലോട്ട് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞു വന്ന് മുകളിലെത്തുമ്പോൾ അത് 9 ഇഞ്ചായി കുറയും. അപ്പോൾ മെറ്റീരിയൽ വേണ്ടത് കുറഞ്ഞു വരും, എന്നാൽ കൺസ്ട്രക്ഷൻ്റെ സ്ട്രെങ്ത്തിനെ അത് ഒരു തരത്തിലും ബാധിക്കുകയുമില്ല. എന്ന് തന്നെയുമല്ല, സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ മൺവീട്ടിലെ ബെഡ്റൂംസ്. ഇവിടുത്തെ 3 ബെഡ്റൂംസിൽ ആദ്യത്തേതാണിത്, മാസ്റ്റർ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം ദൃശ്യമാകുന്നത് ബാത്റൂമിൻ്റെ ഡോറാണ്. ഇവിടുത്തെ ഡോസിൻ്റെ അതുപോലെ ജനാലകളുടെയും കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തേക്കും തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് പുറത്ത് പ്രൈമർ പോലെയുള്ള യാതൊരു വസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ല. കാഷ്യൂ ഓയിൽ പൂശുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രയോജനം എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ തടിയുടെ ഡ്യൂറബിലിറ്റി, ഈട് നിൽക്കുന്നത് കൂട്ടാനും ഇത് സഹായിക്കും. വീടിൻ്റെ മറ്റ് സ്പേസസ് എന്നതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ഷേപ്പാണ് ബെഡ്റൂമിന്. ഇവിടുത്തെ ഫ്ലോറിംഗ് വീടിൻ്റെ മറ്റെല്ലാ സ്പേസസിലെയും എന്നതുപോലെ തന്നെ റെഡ് ഓക്സൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ വീട് പണിയുന്നതിന് ഉപയോഗിച്ച അതേ മണ്ണ് തന്നെ ഇടിച്ചു കുഴച്ച് ഉറപ്പിച്ചിട്ടാണ് മൺതറയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് പുറത്ത് കോൺക്രീറ്റ് ഒന്നും തന്നെ ഉപയോഗിക്കാതെ ചെറിയൊരു ലെയർ പരുക്കിന് വേണ്ടിയിട്ട് മാത്രം സിമെൻ്റ് ഇട്ട് അതിന് പുറത്താണ് റെഡ് ഓക്സൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ ഫ്ലോറിൻ്റെ ഭംഗിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ടെറാക്കോട്ട ഫിനിഷിലുള്ള വാളുമായിട്ട് നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് ആണ്. ചെറിയ ആൻറ്റിക് പീസും ഇതാ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കും. ഈ കോർണറിലായിട്ട് 2 ബെഡ്റൂംസും കൂടിയുണ്ട്. ശരിക്കും ഈ ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ആദ്യം ഒരു കോമൺ വാഷ് ഏരിയയാണ്. ഇവിടെ നിന്ന് ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടു സ്കൈ ആയിട്ടാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എന്നുള്ള ഒരു പ്രയോജനം കിട്ടുകയും ചെയ്യും. കാര്യം ഈ ഡോർ ഇവിടെ ഉള്ളതുകൊണ്ട്. എന്നാൽ ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ ആക്സസ് ഉള്ള വാഷ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ബെഡ്റൂം മണ്ണിൻ്റെ സ്വാഭാവിക ഭംഗി പ്രതിഫലിക്കുന്ന രണ്ടാമതൊരു ബെഡ്റൂമാണിത്. പഴയ അലമാരയും കട്ടിലുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഇതിനോട് ചേർന്നുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 ബെഡ്റൂംസ്. വളരെ വ്യത്യസ്തമായ ഈ വീട്ടിലെ വ്യത്യസ്തരായ താമസക്കാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. വീട്ടിലേക്ക് സ്വാഗതം. ഈ വീട് വെക്കുക എന്നുള്ള സങ്കല്പം വന്നപ്പോൾ തന്നെ മൺവീട് എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു വീട് വേണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അത് കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. മൺവീട് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള വീട്, ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്? അത് ഞങ്ങൾ വീട് വെക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഒറ്റ സുപ്രഭാതത്തിൽ അങ്ങ് മൺവീടിലേക്ക് പോയല്ല ചെയ്തത്. ആദ്യമേ ഞങ്ങൾ വീടിനെ എങ്ങനെ വീട് നിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങളൊരു റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ പഠിച്ചിട്ടാണ് അന്നേരം ഈ പ്രകൃതിയോട് ഇണങ്ങിയ മൺവീടുകൾ ചെയ്യാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അനുയോജ്യനായ ആർക്കിടെക്ട് യുവിൻ സാറാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തെ ഞങ്ങൾ സമീപിക്കുകയായിരുന്നു. നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ചെതൽ അല്ലെങ്കിൽ പൊടി അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ഭൂപ്രകൃതിക്കും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിതത്തിനും അനുയോജ്യമായ ഒരു നിർമ്മാണ രീതിയാണ്. പിന്നെ ഇതിൻ്റെ നിർമ്മാണ വസ്തു നമുക്ക് സുലഭമായി ലഭിക്കുന്ന മറ്റൊരു സാധനം ഇതുപോലെ സുലഭമായി ലഭിക്കുന്ന ഒരു നിർമ്മാണ വസ്തുവില്ല. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ്? പണി തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ താമസമായി. 14-15 മാസം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കാലവർഷം വന്നു, കടുത്ത വേനൽ വന്നു. എൻ്റെ അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ കാലിനും മറ്റുമൊക്കെ ചെറിയ വാദത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അവരുടെ ആരോഗ്യത്തിന് അനുയോജ്യം. ബിന്ദുവിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു? 3 ബെഡ്റൂം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ ഒരു വർക്ക് ഏരിയ അതും ആവശ്യപ്പെട്ടിരുന്നു. പൂജാമുറി വേണ്ട എന്നുള്ള ഇത് തന്നെയായിരുന്നു.
ഫേവറേറ്റ് ഏരിയ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ചോദിച്ചാൽ ഏതായിരിക്കും? ഹോള് തന്നെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന. അതായത് മതിലുകൾ ഉണ്ടെങ്കിലും, സാറ് മതിലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പിന്നെ അടച്ചുകൂട്ടലോ അല്ലെങ്കിൽ വിലങ്ങുകളോ ഇല്ലാത്ത വിശാലതയാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഏതായാലും നിങ്ങളുടെ വാക്കുകളിൽ തന്നെ വീട് എത്രമാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ 100-ൽ മാർക്കിടാൻ ഞാൻ പറയുന്നില്ല. കാര്യം 100-ൽ 100 അല്ലെങ്കിൽ അതിലും കൂടുതലാണെന്നുള്ളത് വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. വീടിൻ്റെ പ്രേക്ഷകരോട് ഇത്ര നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. പ്രകൃതിയെ നോവിക്കാതെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച ഗൃഹനാഥന് വേണ്ടി ആർക്കിടെക്ട് യൂജിൻ പണ്ടാല മണ്ണിൽ കുഴച്ചെടുത്ത ഒരു കവിത തന്നെയാണ് ഈ വീട്. മണ്ണിൽ ചെയ്തെടുത്തതുകൊണ്ട് തന്നെ തലമുറകൾക്ക് ശേഷം മണ്ണിലേക്ക് പോയാലും ഒരിക്കലും നമ്മുടെ ഭൂമിയെ മലിനമാക്കില്ല ഈ വീട്. കേരളത്തിൻ്റെ കത്തുന്ന കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യം. ഒപ്പം ഇൻറ്റീരിയർ ഡിസൈനിന് വേണ്ടി പ്രത്യേകം പണം ചെലവാക്കാതെ തന്നെ വളരെ എലഗൻ്റായ ക്ലാസിയായ അകത്തളങ്ങളും കൈവരിക്കാനായി. വീട് പണിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വളരെ സാധാരണവും കേട്ട് പരിചയമുള്ളതുമായിരിക്കും. പക്ഷേ അതിൻ്റെ കൃത്യമായൊരു ഉത്തരം, അതാണല്ലോ പ്രശ്നം. 10 പേരോട് ചോദിച്ചാൽ കിട്ടുക 100 ഉത്തരങ്ങളും 1000 അഭിപ്രായങ്ങളുമായിരിക്കും. വീട് പണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരങ്ങളുമായി നമ്മുടെ വിദഗ്ധരെത്തുന്നു. കാണാം ഏകജാലകം. ആർക്കിടെക്ചർ. ഗ്രിൽ ഇല്ലാതെ ടഫൻ ഗ്ലാസ് മാത്രമായി ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. പെട്ടെന്ന് തകർക്കാനാകാത്ത വിധം ഉറപ്പോടുകൂടിയ ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് ടഫൻ ഗ്ലാസ്. ടഫണിങ് എന്നുള്ള പ്രക്രിയ പ്രകാരം ഉണ്ടാക്കുന്ന ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത് വളരെയേറെ സുരക്ഷിതമാണ്. സ്കൈലൈറ്റുകൾക്ക്, ഭിത്തികൾക്ക്, ജനലുകൾക്ക് എല്ലാം നമുക്ക് ടഫൻ ഗ്ലാസ് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ ഒരു മനസ്ഥിതി അനുസരിച്ച് ഗ്രില്ലില്ലാതെ ഗ്ലാസ് ഇടുകയോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് പൊതുവേ നമ്മൾ ഗ്രില്ലിട്ടിട്ട് ഗ്ലാസ് ഇട്ട് കാണുന്നത്. പക്ഷേ ടഫൻ ഗ്ലാസ് വളരെ സേഫാണ്, സുരക്ഷിതമാണ്. അത് ഗ്രില്ലില്ലാതെ പണിയുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവാറില്ല. ടഫൻ ഗ്ലാസ് ഇതുവരെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പൊട്ടിയതായിട്ട് കേട്ടിട്ടില്ല. ഇനി പൊട്ടിയാൽ തന്നെ നല്ല ശബ്ദത്തോടെ അത് പൊട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വീട്ടുകാരും എല്ലാവരും അറിയും. ഇനി ടഫൻ ഗ്ലാസ് പൊട്ടിച്ച് ഒരു കള്ളനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ അതിലും എളുപ്പം ഗ്രില്ല് പൊട്ടിച്ച് അകത്ത് കയറുന്നത് തന്നെയാണ്. ഇന്റീരിയർ ഡിസൈൻ. ഫർണിച്ചറിന്റെ സ്ഥാനവും ക്രമീകരണവും എങ്ങനെയായിരിക്കണം? അകത്തളങ്ങളിൽ ഫർണിച്ചറുകളുടെ ഡിസൈനെ പോലെ തന്നെ അതിൻ്റെ വലിപ്പവും സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫർണിച്ചറുകളുടെ വലിപ്പം എന്നത് റൂമുകളുടെ വിശാലത, അതിൻ്റെ ഉപയോഗം, ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം, ടോട്ടൽ ഡിസൈനിങ് കൺസെപ്റ്റ്, കുടുംബാംഗങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്നിവയെല്ലാം ബന്ധപ്പെട്ടിരിക്കും. റൂമുകളിൽ ഒരു ഫ്രീ മൂവ്മെൻറ്റ് വരത്തക്ക രീതിയിലും മറ്റുള്ള ഫർണിച്ചറുകൾ ഈസിയായി ഉപയോഗിക്കുന്ന രീതിയിലുമായിരിക്കണം ഫർണിച്ചറുകൾ ക്രമീകരിക്കുവാൻ. അതായത് വിൻഡോസ്, ഡോർസ് എന്നിവ ഉപയോഗിക്കുവാൻ യാതൊരു തടസ്സവും വരാതെയായിരിക്കണം നമ്മൾ ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. റൂമുകളിൽ ഉപയോഗത്തിനനുസരിച്ച് ഏറ്റവും വലിയ ഫർണിച്ചറുകൾ ആദ്യം നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചെറിയ ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ വളരെ സിമ്പിളായുള്ള ഫർണിച്ചറുകളും, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫർണിച്ചറുകളും നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. റാപ്പിഡ് വാൾ ടെക്നോളജിയിൽ ജിപ്സം പാനലുകൾ ഉപയോഗിച്ച് പണിയുന്ന വീടുകൾ ബലക്ഷമമാണ്. ജിപ്സം പാനലുകൾക്ക് എത്രമാത്രം ആയുസ്സുണ്ടാകും? വളരെയധികം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടെക്നോളജിയാണ് റാപ്പിഡ് വാൾ ടെക്നോളജി. അത് ജിപ്സം വെച്ചിട്ട് ആണ് അത് നിർമ്മിക്കുന്നത്. ഗ്ലാസ് ഫൈബറും കൂടെ ചേർത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് ഇത് വളരെയധികം ലോഡ് ട്രാൻസ്ഫർ കപ്പാസിറ്റി ഉള്ളതും ചെറിയ ബിൽഡിങ്സുകൾക്ക് ഇത് ലോഡ് ബെയറിംഗ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി സ്റ്റഡീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയുള്ള പെർഫോമൻസിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത ജിപ്സം പാനൽ വെച്ചിട്ട് കെട്ടിടം പണിതാൽ അതൊരു പ്രോബ്ലം ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജിപ്സത്തിൻ്റെ സ്ട്രെങ്ത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും പ്രോപ്പർ ട്രീറ്റഡ് അല്ലെങ്കിൽ ഇതിൻ്റെ നനവിൻ്റെ പ്രശ്നങ്ങൾ വരും എന്നുള്ളൊരു ലിമിറ്റേഷനാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയ ടെക്നോളജിയിൽ, റാപ്പിഡ് വാൾ ടെക്നോളജിയിൽ അതിനുള്ള പ്രതിവിധികൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഹോം ടിപ്സ്. പ്രകൃതിയോട് ചേർന്ന് വീട്ടിലെ ആവശ്യങ്ങൾ എങ്ങനെ ക്രമപ്പെടുത്താം? വീട്ടിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മാറ്റിയിട്ട് സെറാമിക് കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സോ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ കഴുകി വെക്കാവുന്ന സ്റ്റീൽ പാത്രങ്ങളോ ഉപയോഗിക്കുക. സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ കടയിൽ പോകുമ്പോൾ ഓരോ തവണയും ഒരു പ്ലാസ്റ്റിക് ബാഗ് അവിടെ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരു തുണിസഞ്ചി കയ്യിൽ കരുതൂ. അടുക്കള സാധനങ്ങൾ വൃത്തിയാക്കുവാൻ
തുണി ഉപയോഗിക്കുക. പേപ്പറോ അതുപോലുള്ള ഡിസ്പോസിബിൾ നാപ്കിൻസോ ഉപയോഗിക്കാതിരിക്കുക. പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ പ്രകൃതിയെ നോവിക്കാതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. വീട്ടിലെ ലീക്കുള്ള ടാപ്പുകൾ എത്രയും പെട്ടെന്ന് മാറ്റുക. അതുപോലെ തന്നെ വെള്ളം ചിതറിത്തെറിക്കുന്ന തരത്തിലുള്ള ടാപ്പുകൾ മാറ്റിയിട്ട് വായുമായി ചേരുമ്പോൾ വെള്ളം പതഞ്ഞൊഴുകുന്ന തരത്തിലുള്ള ടാപ്പുകൾ യൂസ് ചെയ്യുക. വെള്ളത്തിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയും. കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും CFL ലൈറ്റ്സും പറമ്പിലേക്ക് വലിച്ചെറിയരുത്. അതിനു പകരം ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉള്ള ഉപകരണങ്ങളാണെങ്കിൽ അതിൽ നോക്കുക, അതിലുണ്ടാവും എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യണമെന്ന്. ദയവായിട്ട് അത് ഫോളോ ചെയ്യുക. കൂടാതെ എക്സ്ചേഞ്ച് മേള വരുമ്പോൾ കേടായ ഉപകരണങ്ങൾ കൊടുത്ത് നല്ല പുതിയ ഉപകരണങ്ങൾ വാങ്ങുക. അതുവഴി നിങ്ങൾക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കും. വാസ്തു. വീടിന്റെ ദർശനം എങ്ങോട്ടായിരിക്കണം? തെക്കോട്ടുള്ള ദർശനം ദോഷകരമാണ്. ഒരു വീടിന് ദർശനം എന്ന് പറയുന്നത് മഹാദിക്കുകളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ ഭാഗത്തേക്ക് ദർശനം വരാം. തെക്ക് ദിക്കിനെ ഭീകര ദിക്കായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പലരും. എന്നാൽ അത് തെറ്റാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും തെക്കോട്ട് ദർശനം വച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. എന്നാൽ തെക്ക് ദർശനം കൊടുക്കുന്ന വീടിന് വാതിൽ കൊടുക്കുമ്പോൾ, വാതിൽ എന്ന് വെച്ചാൽ പൂമുഖ വാതിൽ കൊടുക്കുമ്പോൾ ഉച്ചം നീചം എന്നൊരു കണക്കുണ്ട്. വീടിൻ്റെ മധ്യഭാഗത്ത് നിന്ന് കിഴക്കോട്ട് മാറിയാണ് എൻ്റെ ഉച്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചസ്ഥാനത്തേക്ക് തന്നെ പൂമുഖവാതിൽ കൊടുക്കണം. അല്ല നീചസ്ഥാനത്തേക്ക് പൂമുഖവാതിൽ കൊടുക്കരുത്. നീചസ്ഥാനം എന്ന് പറഞ്ഞാൽ തെക്കിൻ്റെ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ഭാഗം നീചസ്ഥാനമായിട്ട് കണക്കിടുന്നു. ആ ഭാഗത്തേക്ക് വാതിൽ മാറ്റി കൊടുക്കരുത്. മഹാദിക്കുകളായ 4 ഭാഗത്തേക്കും നമുക്ക് വീടിൻ്റെ ദർശനം കൊടുക്കാം. വിദിക്കിലേക്ക് ഗ്രഹം വരരുത്. ദിക്കുകൾക്ക് അതീതമായിട്ട് അത് കോണുകളിലേക്ക് നമ്മൾ വീടിൻ്റെ പൂമുഖം കൊടുത്ത് പണിയരുത്. അങ്ങനെ പണിയുന്ന വീടുകൾക്കാണ് അപാകത ഉണ്ടാകുന്നത്. വീടും നിയമങ്ങളും. വീടിന്റെ ഏരിയ കണക്കാക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ്? വീടിൻ്റെ ഏരിയ കണക്കാക്കുന്നത് നിയമപരമായി 3 ഏരിയയാണ്. ഒന്ന് പ്ലിന്ത് ഏരിയ, ഒന്ന് കാർപ്പറ്റ് ഏരിയ, പിന്നെ ഒന്ന് ഫ്ലോർ ഏരിയ. പ്ലിന്ത് ഏരിയ എന്നാൽ തറയുടെ ചുറ്റുമുള്ള ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. കാർപ്പറ്റ് ഏരിയ എന്നാൽ ചുമരുകൾ, സ്റ്റെയർകേസ് മുതലായവ കഴിഞ്ഞ് ഉള്ളിൽ നമുക്ക് രൊക്കം കിട്ടുന്ന ഏരിയയാണ് കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയയിൽ നമുക്ക് ചുമരിൻ്റെ വണ്ണവും അതിൻ്റെ ഏരിയയും കുറയ്ക്കാവുന്നതാണ്. എന്നാൽ ഫ്ലോർ ഏരിയ എന്നാൽ ഓരോ ഫ്ലോറിലും നമ്മൾ മുറികൾ പണിയുന്ന ഇതിൻ്റെ ഏരിയയാണ് കണക്കാക്കുക. അപ്പോൾ അതിൽ ചുമരിൻ്റെ ഏരിയയും കൂടി പെടുന്നതാണ്. പൊതുവെ കേൾക്കാറുള്ള മറ്റൊരു ഏരിയയാണ് സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ. എന്നാൽ ഈ സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്നത് നിയമപരമായി ഒരു പുസ്തകത്തിലും ഇല്ലാത്ത ഒരു ഏരിയയാണ്. പക്ഷേ ഇത് ബിൽഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ എന്നാൽ ചുമരിൻ്റെ ഏരിയ, റൂമിൻ്റെ ഉള്ളിലെ ഏരിയ, അതുപോലെ കോമൺ സ്പേസസിൻ്റെ ഏരിയയുടെ ഷെയർ എന്നിവ എല്ലാം കൂടി കൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സൂപ്പർ ബിൽറ്റപ്പ് ഏരിയ. വീടിൻ്റെ ഈ അധ്യായത്തിന് തിരശ്ശീല വീഴുകയാണ്. ഇന്ന് അവതരിപ്പിച്ച മൺവീടും മറ്റ് കാഴ്ചകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് തീർച്ചയായും എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ ID veed@mmtv.in. വെബ്സൈറ്റ് അഡ്രസ് manoramannews.com. ഇപ്പോൾ യൂട്യൂബിലൂടെ വീടിൻ്റെ മുൻ അധ്യായങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി കാണാം. youtube.com/manorama news എന്ന ചാനലിലൂടെ. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.